ഹലോ ഗായ് ബർത്ത്ഡേയാണ് തുമ്പിയുടെ തുമ്പിയുടെ ബർത്ത്ഡേ അതെ ഗൈസ് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ ദിദിലാപ്പിലും ഞാനും ചേട്ടനും കൂടി ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദിദിലുവിന് സ്കൂളിൽ നിന്ന് വന്ന വഴി ഞാൻ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഞങ്ങൾ വൈകുന്നേരം നമ്മുടെ അമ്മ എത്തുന്നതിന് മുന്നേ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ചേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്ക് കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 മണിക്കാണെങ്കിൽ നമുക്ക് കേക്ക് തരാമെന്ന് നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിത് വേഗം ബലൂൺസൊക്കെ സെറ്റാക്കുക കേട്ടോ. ഇതിലെന്നെ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമ്മൾ കുഞ്ഞിലായിരിക്കുമ്പോൾ ബലൂൺസൊക്കെ കാണുമ്പോഴത്തേക്കും അതിന് വേണമെന്ന് പറഞ്ഞ് വാശി പിടുത്തവും കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ആൾ കുറേ അത് ഒട്ടിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഹെൽപ്പ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മുടെ ബർത്ത്ഡേയുടെ ഒരു സംഭവം നേരത്തെ വാങ്ങിച്ചതുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൽ ബി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബി ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഗിൽറ്റിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതിലും കൂടി ഇത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഹോളിൽ കൂടി ഇട്ടിട്ട് നമ്മളത് അവിടെ ബലൂൺസിൻ്റെ അവിടെ തന്നെ വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് വെച്ചല്ലേ ഇതിലിന് ഇഷ്ടമായിരുന്നു ഇതിലോ? ദിദിലുവിന് ഇഷ്ടമായത് ഇതിലും ഉണ്ടിട്ട് എൻ്റെ കൂടെ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ദിദിലാപ്പിൻ്റെ സ്കൂൾ പൊട്ടിയല്ലോ. ഇനിയുള്ള എല്ലാ വീഡിയോസിലും ദിദിലുവിൻ്റെ ഒരു കുട്ടി കുട്ടി കുറവുകളും വാശികളൊക്കെ നിങ്ങൾക്ക് ഇനി കാണാം കേട്ടോ. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും എൻ്റെ ദിദിലാപ്പനും കൂടി നല്ല രീതിയിൽ തന്നെ ഹാപ്പി ബർത്ത്ഡേ തുമ്പിക്കുള്ള സർപ്രൈസ് റെഡിയാക്കിയിട്ടുണ്ട്. 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് വാങ്ങാൻ വേണ്ടി പോകണം. കാരണം 6:30 ആകുമ്പോൾ അമ്മ എത്തും. അതുകൊണ്ട് നിങ്ങൾ വീട് പൂട്ടി താക്കോലും കൊണ്ടാണ് കേട്ടോ പോയത്. എങ്ങാനും കയറി കഴിഞ്ഞാൽ നമ്മുടെ സർപ്രൈസ് പൊളിയല്ലോ. കേക്ക് ഫാൻറ്റസി എന്നാണ് നമ്മളെപ്പോഴും കേക്ക് വാങ്ങാറുള്ള പാലയിലുള്ള. ഈ ചേച്ചിനോട് എപ്പോൾ പറയാനും നമുക്ക് നന്നായിട്ട് കേക്ക് സെറ്റ് ചെയ്ത് തരാറുണ്ട്. നമുക്ക് ഇവിടുത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നോക്കി നിന്ന് ജനലിൽ നിന്ന് ദൂരെ നിന്ന് അമ്മേനെ കണ്ടപ്പോഴത്തേക്കും കേക്കൊക്കെ എടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ആളുടെ സന്തോഷം നോക്കിക്കേ ഗൈസ്. എന്താ രസം. ഒരു കവർ എൻ്റെ കയ്യിലേക്ക് തന്നെ കണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയോ ഗൈസ്? വേറെ ഒന്നുമല്ല, ആര് കേക്ക് എൻ്റെ ബർത്ത്ഡേ മറന്നാലും എനിക്കൊരു കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞൊരു കേക്കും കൊണ്ടായിരുന്നു ആൾ വന്നത്. അതിനും വലിയൊരു ഡിസ്റ്റൻസ് സംഭവിച്ചു ഗൈസ്. ഈ കേക്ക് മുറിക്കാനായിട്ടുള്ളത് ഈ ഒരു നിപ്പിൽ ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ട് ക്യാമറ ശരിയായില്ല, നമ്മളെ 4 പേരെയും ഫ്രെയിമിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം വന്ന് ക്യാമറ സെറ്റ് ചെയ്യാൻ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ തലയും കുത്തി താഴെ വീണു. ക്യാമറ ഓഫായി വരെ ഞങ്ങൾ കണ്ടില്ല. ചേച്ചിയും ചേട്ടനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്യാമറയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിയില്ല. എൻ്റെ വായിലേക്ക് വെച്ച് തരുന്നത് ഈ വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വേറൊരു കേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞല്ലോ. ഈ കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടിട്ട് ആ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു ചെറിയൊരു സമാധാനം എനിക്കുണ്ട്. ഇതും കൂടി പോയായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഭയങ്കര സങ്കടമായി പോയേനെ ഗൈസ്. എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇങ്ങനെ കിട്ടിയല്ലോ. അങ്ങനെ സന്തോഷകരമായി നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ അതിലൊരുപാട് ഹാപ്പി ആയിരുന്നു. കിടന്നുറങ്ങുന്നവരെ തന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറയണ്ടല്ലോ, ഷെയർ കൂടി ചെയ്യുക.